എന്താണ് ജനാധിപത്യം? അഭിപ്രായം പറയുക എന്നുള്ളതാണ് ജനാധിപത്യം. എവിടെ അഭിപ്രായം പറയാം? ആരുടെ മുന്നിലും അഭിപ്രായം പറയാം. അച്ഛനമ്മരുടെ മുന്നിലും പേടിച്ച് കാര്യം പറയാതിരിക്കാൻ പാടില്ല. ഇല്ല, അഭിപ്രായം പറയണം. അതാണ് ജനാധിപത്യം. ടീച്ചർമാരുടെ മുന്നിൽ ഒരു സംശയം ചോദിക്കാൻ നമ്മളെ പലതും അലട്ടാറുണ്ട്. അയ്യോ, എന്നെ കുറിച്ച് ആ കുട്ടികൾ വിചാരിക്കും, അയ്യോ സില്ലി കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പക്ഷെ ഞാൻ ചോദിച്ചാൽ എന്നേക്കാൾ അറിവുള്ള കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്, അവരെന്ത് വിചാരിക്കുക എന്നെ കുറിച്ച് എന്ന് അതെന്ന് കരുതി നമ്മൾ ടീച്ചർമാരുടെ മുന്നിൽ ചോദ്യം ചോദിക്കാതിരിക്കാൻ പാടില്ല. അപ്പൊ ടീച്ചർമാരോട് ചോദ്യം ചോദിക്കാനുള്ള ധൈര്യമാണ് എന്തെന്ന് പറഞ്ഞാൽ ജനാധിപത്യമാണ്. വോട്ടവകാശം മാത്രമല്ല ജനാധിപത്യം, ചോദ്യം ചെയ്യാനുള്ള അവകാശത്തെ കുറിച്ചുള്ള തിരിച്ചറിവും കൂടിയാണ് ജനാധിപത്യ ബോധം എന്ന് പറയുന്നത്. ഇപ്പൊ ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ചെറുപ്പത്തിലെ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടണം, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടണം, അല്ലെങ്കിൽ ഇതൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്കിത് കിട്ടേണ്ടത്. പുസ്തകം നമ്മൾക്ക് ഇപ്പൊ കഷ്ടതയും കഷ്ടപ്പാടില്ല. പണ്ട് നമ്മുടെ അപ്പനപ്പന്മാര് കാരണന്മാര് അനുഭവിച്ച കഷ്ടതൊന്നും നിങ്ങളിപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നില്ല. വസ്ത്രത്തിന് നമുക്ക് വസ്ത്രം, ഭക്ഷണത്തിന് ഭക്ഷണം, എന്ത് എൻജോയ് ചെയ്യണം അതിനൊക്കെ വീട്ടുകാർ നമുക്ക് എല്ലാതും ഒരുക്കി തരണില്ലേ. പക്ഷെ നമ്മുടെ അച്ഛനമ്മയായിട്ടോ അവരുടെ അച്ഛനമ്മയായിട്ടോ അവരുടെ അച്ഛനമ്മയായിട്ടോ അവർക്കൊക്കെ പറ്റിയിരുന്നോ? ഇത് അവർക്കൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ അവർക്ക് പറ്റാത്തതൊക്കെ തന്നെ നമുക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അപ്പൊ അതുകൊണ്ട് നമ്മൾ എങ്ങനെ പട്ടിണിയെ കുറിച്ച് അറിയും? പട്ടിണി എന്താണ് അമ്മയെന്ന് ചോദിച്ചാൽ അമ്മ പറഞ്ഞു തരും. അമ്മ അനുഭവിച്ചത് പറഞ്ഞാൽ അച്ഛൻ അനുഭവിച്ച, അല്ലെങ്കിൽ അവരുടെ അച്ഛന്മാരനുഭവിച്ച, അമ്മമാരനുഭവിച്ച കഥകൾ പറയും. പക്ഷെ നിങ്ങൾ പട്ടിണി അറിയുന്നുണ്ടല്ല. നിങ്ങൾക്കൊന്ന് വിശപ്പൊന്ന് തുടങ്ങിയാൽ അപ്പൊ അമ്മ വായല് കോരിത്തര, അല്ലെങ്കിൽ അച്ഛൻ വന്നു വെച്ചെടുത്ത് കഴിപ്പിക്കും നിങ്ങൾ അല്ലെ. എന്താണെന്ന് വെച്ചാൽ മേടിച്ചു തരും. അൽഫാമാണെങ്കിൽ അൽഫാം മേടിച്ചു തരും, വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചു തരും. അപ്പൊ എന്തിനുണ്ട്? നമ്മളെ വീട്ടുകാര് നമുക്കുണ്ട്, ഒപ്പമുണ്ട്. പട്ടിണി എന്താണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത്. പട്ടിണിയെ കുറിച്ച്, കഷ്ടപ്പാടിനെ കുറിച്ച്, ദാരിദ്ര്യത്തെ കുറിച്ചൊന്നും നിങ്ങളുടെ അനുഭവത്തിൽ കേരളത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഇതുണ്ട്. പക്ഷെ അറിയുന്നുണ്ട് കുട്ടികൾ. നിങ്ങളെ പോലുള്ള കുട്ടികളൊക്കെ ഉത്തർപ്രദേശിലാണ് ജനിച്ചിരുന്നെങ്കിൽ അവർ ഈ കഷ്ടപ്പാടുകളൊക്കെ അറിയുന്നുണ്ട്. നമ്മളെ പോലുള്ള കുട്ടികൾ പലർക്കും ഇതുണ്ട്. ഗുജറാത്തിലാണ് ജനിക്കണമെങ്കിൽ അവർ ഈ ദുരിതവും പട്ടിണിയൊക്കെ അവർ അറിയുന്നുണ്ട്. ബീഹാറിലാണ് ജനിക്കൽ അവർ അറിയുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ ജനിക്കുന്നവർക്ക് നമുക്കൊരുക്കും ഇതറിയില്ല. കാരണം കേരളം മെച്ചപ്പെട്ട സംസ്ഥാനമായിട്ട് ഇന്ത്യയിൽ മാറി. പക്ഷെ നമ്മൾക്ക് എങ്ങനെ അറിയാം? വേദനയെ കുറിച്ച്, കഷ്ടതയെ കുറിച്ച്, കഷ്ടപ്പാടിനെ കുറിച്ചൊക്കെ എങ്ങനെ നമ്മൾ അറിയാം? അതറിയണമെങ്കിൽ പുസ്തകങ്ങൾ വായിക്കണം. പുസ്തകങ്ങളിലൂടെയാണ് നമ്മൾ ഒരാളുടെ ഉത്കണ്ഠകൾ, വ്യാകുലതകൾ, വേദനകൾ, വിഷമതകൾ ഇതെല്ലാം അറിയണമെങ്കിൽ, ഒരു കാലഘട്ടത്തെ കുറിച്ച് അറിയണമെങ്കിൽ എന്ത് വേണം? പുസ്തകങ്ങൾ വായിക്കണം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കേട്ടുള്ളൂ നിങ്ങളുടെ അപ്പാപ്പന്റെ കാലഘട്ടം. നിങ്ങളുടെ അപ്പാപ്പന്റെ കാലഘട്ടം ഒരു 1700-കളാണെങ്കിൽ 1920, 1930, 40, 50, 1960 കാലഘട്ടത്തിലാണ് നിങ്ങളുടെ അപ്പാപ്പനൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മുത്തച്ഛനൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ അവരെങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ ആ കാലഘട്ടത്തിലെ പുസ്തകങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. ആ പുസ്തകങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മതി. ആ പുസ്തക നോവലുകളൊക്കെ എടുത്ത് വായിക്കുക, ആ കാലഘട്ടത്തിലെ കഥകളൊക്കെ എടുത്ത് വായിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആ കാലഘട്ടത്തിലെ ചിത്രം നിങ്ങൾക്ക് നല്ലവണ്ണം കിട്ടും. എങ്ങനെയായിരുന്നു ആ കാലഘട്ടം, എങ്ങനെയായിരുന്നു കേരളം. അപ്പൊ അതിൽ നിന്നെല്ലാം നമുക്ക് ഊഹിക്കാം നമ്മുടെ അപ്പനപ്പന്മാരൊക്കെ എങ്ങനെയാണ് ജീവിച്ചിരിക്കുക. ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് പുസ്തകം ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. അപ്പൊ നമുക്ക് ഇതൊന്നും ഇല്ലാത്ത ആളുകൾക്കൊക്കെ തന്നെ ഇതില്ല. ഒരു ജനാധിപത്യ ബോധത്തെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ എന്താണ് ഈ ജനാധിപത്യ ബോധം? അവരൊക്കെ എങ്ങനെ അന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് പുതിയ കാലഘട്ടത്തിലേക്ക് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി അവരൊക്കെ എങ്ങനെ ഇടപെട്ടു? ആ ഇടപെട്ടത് എന്തുകൊണ്ടാണ്? പുസ്തകങ്ങൾ വായിച്ചിട്ടെങ്ങനെ അവർക്ക് ചിലപ്പോൾ സ്കൂളിൽ പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. അക്ഷരങ്ങളൊക്കെ അറിയാൻ പറ്റും. അക്ഷരങ്ങൾ അറിയാവുന്നവരൊക്കെ തന്നെ വായനശാലകളിൽ തേടി, വായനശാലയിൽ പുസ്തകം മേടിക്കാൻ പോലും കാശില്ലെന്ന് വായനശാലകളിൽ പോയിരുന്ന പുസ്തകങ്ങൾ വായിച്ച് അതൊരു പുസ്തകത്തിന് ഒരു 10-500 പേര് ഒരു കൊല്ലത്തിനുള്ളിൽ വായിച്ചിട്ടുണ്ടാവും ഒരു വായനശാലയിൽ തന്നെ. അങ്ങനെ അത് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കും. ഒരാൾ വായിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു പുസ്തകം അതിനുവേണ്ടി കാത്തു നിൽക്കും. കാരണം മൊബൈലില്ല, TV ഇല്ല. ആ ഒരു കാലഘട്ടത്തിൽ ഇതിനു വേണ്ടി കാത്തു നിൽക്കും. എന്നിട്ട് ആളുകൾ എന്ത് ചെയ്തു? കാത്തിരുന്ന് ഇതൊക്കെ വായിച്ച് അതിൽ നിന്നൊക്കെ തന്നെ ബോധവാന്മാരായി. അങ്ങനെയാണ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അവർക്ക് വിദ്യ നിഷേധിച്ച, അറിവ് നിഷേധിച്ച ആളുകൾക്കെതിരെയൊക്കെ തന്നെ പോരാടാൻ അവർക്ക് ധൈര്യം കിട്ടിയതൊക്കെ എങ്ങനെയാണ്? ഈ പുസ്തക വായനയിൽ നിന്ന് കിട്ടുന്ന ആത്മവിശ്വാസമാണ്, ഊർജമാണ്. അപ്പൊ ഈ പുസ്തകം ഇപ്പോഴും നിങ്ങൾ ഇപ്പോഴും ജനാധിപത്യം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. നിങ്ങൾ കുഞ്ഞിക്കാലങ്ങളൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞാലാണ്, +2 ഈ സമയത്തൊക്കെ തന്നെ നമുക്ക് ജനാധിപത്യ ബോധം നമുക്ക് ഉണ്ടാവണം. നല്ലവണ്ണം ചോദ്യം ചെയ്യാനുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. പക്ഷെ സ്കൂളുകളിൽ നമ്മൾക്കറിയാം, നിങ്ങളിപ്പോ അസംബ്ലിയിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ടീച്ചർമാരെ എവിടെ? തണലത്തവയിലെത്താണോ നിൽക്കുക? അസംബ്ലിയിൽ ടീച്ചർമാരെ തണലത്തും കുട്ടികൾ എവിടെ നിൽക്കുക?
വെയിലത്ത് നിൽക്കും. പിന്നെ അപ്പൊ നമുക്ക് തോന്നും ഇതാണോ ജനാധിപത്യം? അപ്പൊ ജനാധിപത്യത്തിന്റെ പ്രായോഗിക മാതൃകയെ കുറിച്ചൊക്കെ തന്നെ അതിന്റെ നിങ്ങൾക്ക് ചെറുപ്പത്തിലേ കിട്ടുന്ന നിങ്ങളുടെ അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധമായതാണ്. കാരണം കുട്ടി അധ്യാപകൻ തണൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കുട്ടിയും എന്തനുഭവിക്കണം? തണൽ അനുഭവിച്ചേ പറ്റൂ. കുട്ടി വെയിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അധ്യാപകനും വെയിൽ അനുഭവിക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിലാണ് കുട്ടി ഒരു ജനാധിപത്യവാദിയായി മാറാം എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കുട്ടി മാഷോട് ചോദിക്കാതെ കുട്ടികള് സ്കൂളിൽ ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ അതെന്താ? അച്ചടക്കലംഘനമാണ് അല്ലെ? അധ്യാപകനോട് പറഞ്ഞില്ല ലീവ് പറയാണ്ട് സ്കൂളിൽ വരാതിരുന്നാൽ എന്താ? അത് അച്ചടക്കലംഘനം. എന്നാൽ അധ്യാപകൻ കുട്ടികളോട് പറയുന്നുണ്ടാ ലീവ്? എന്താ? ഇല്ല. അതെന്താണ്? അതാണ് അവരവകാശമാണ്. അതെങ്ങനെ അവകാശമാകുന്നു? അത് പരസ്പരം കുട്ടികളും അധ്യാപകർക്കും ഇടയിൽ ഒരു ബോണ്ടിങ് ഉണ്ട്. ആ ബോണ്ടിങ് ആണ് ജനാധിപത്യത്തിന്റെ പ്രായോഗിക മാതൃകയൊക്കെ തന്നെ നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കപ്പെടുക. അതായത് ജനാധിപത്യ ബോധത്തിന്റെ തലത്തിലേക്ക് ഉയർത്തുന്നതിൽ നമ്മുടെ വിദ്യാഭ്യാസ ഇടങ്ങളൊക്കെ തന്നെ തികഞ്ഞ പരാജയമായിരുന്നു എന്നുള്ളതാണ് ചില എഴുത്തുകാരൊക്കെ തന്നെ ഇപ്പൊ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ നമുക്കിപ്പോ അമ്മയെ കുറിച്ച് ഉപന്യാസം എഴുതാൻ പറഞ്ഞു. ഈ അടുത്ത കാലത്ത് തമിഴ്നാട്ടിലൊരു കുട്ടിയോട് പറഞ്ഞു, 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയോട് അമ്മയെ കുറിച്ച് ഉപന്യാസം എഴുതാൻ പറഞ്ഞു. ആ കുട്ടി അമ്മയെ കുറിച്ച് ഉപന്യാസം എഴുതി, നീണ്ട ഉപന്യാസം എഴുതി. ഫസ്റ്റ് ആ കുട്ടിക്ക് കിട്ടുകയും ചെയ്തു. പക്ഷെ മൊബൈൽ മേടിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ ആ അമ്മയെ കറിക്കത്തി കൊണ്ട് കുത്തിയത് ആ കുട്ടിയായിരുന്നു എന്നുള്ളതായിരുന്നു ആ വാർത്തയിലെ കൊലപ്പെട്ടു വരുന്നത്. അപ്പൊ എന്തായിരുന്നു? കാരണം അമ്മ എന്ന് പറയുന്നത് ഉപന്യാസം എഴുതാനായിട്ടുള്ള വിഷയം മാത്രമായിട്ടാണ് കുട്ടി കാണുന്നത്. മറിച്ച് അമ്മ എന്ന് പറയുന്നത് മരണാസന്ന, നമ്മൾ മരിക്കുന്നത് വരെയും ചേർത്ത് നിർത്തേണ്ട ഒരു വിഗ്രഹം തന്നെയാണ് അമ്മ എന്നുള്ളതും എന്ന ബോധ്യമൊക്കെ തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് പോവുകയാണ്. പക്ഷെ അമ്മയും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരാളാണ് എന്നുള്ള തരത്തിലേക്ക് ചിന്തിക്കാൻ നമ്മൾ എന്താണ്? നമ്മൾ ജനാധിപത്യ ബോധവാന്മാരാകണം എന്നുള്ളത് തന്നെയാണ് അതിന്റെ മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞത്. അപ്പൊ ജനാധിപത്യം ഒരു പരമപ്രധാനമായ ഒന്നാണ്. ഇപ്പം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥയുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കുഞ്ഞിപ്പാത്തു ഒരിക്കലും കൊളക്കടവിലിരിക്കുകയാണ്. കൊളക്കടവിലിരുന്നപ്പോ കുഞ്ഞിപ്പാത്തുവിന്റെ കാലിൽ ഒരു അട്ട കടിച്ചപ്പോ കുഞ്ഞിപ്പാത്തു എന്ത് ചെയ്തു? പതുക്കെ അതിനെ തട്ടി ഇതിലിട്ടു, തട്ടിയിട്ടു. തട്ടിയപ്പോ എന്ത് ചെയ്ത്? അതിങ്ങനെ ഉരുണ്ട് വരമ്പിലൂടെ എവിടേക്ക് കുളത്തിലേക്ക് പോയി. അപ്പൊ കുഞ്ഞിപ്പാത്തുവിനെ കടിച്ച അട്ടനെ പിടിച്ചു തട്ടിയിട്ട് അട്ട എന്ത് ചെയ്ത്? അട്ട ഉരുണ്ട് കുളത്തിലേക്ക് വീണു. കുളത്തിലൊരു ബ്രാല് എന്ത് ചെയ്ത്? പതുക്കനെ പൊന്തി വന്ന് അട്ടനെ പിടിച്ചു തിന്നു. ഇത് ശരിയാണോ? കുഞ്ഞിപ്പാത്തുവിനെ കടിച്ചിട്ട് പോലും കുഞ്ഞിപ്പാത്തു എന്ത് ചെയ്തു? തട്ടിയിട്ട അട്ടനെ, കൊല്ലാതെ വിട്ട അട്ടനെ ബ്രാല് പിടിച്ചത് ശരിയാണോ? ശരിയാണോ? നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നതാണ് ശരിയാണോ? ഇതാണ് ജനാധിപത്യമില്ലായ്മ. നിങ്ങൾ എങ്ങനെയാണ് ക്ലാസ്സിൽ പോയിരുന്ന ടീച്ചറോട് ഒരു ഉത്തരം പറയാൻ? എന്താണ് മനസ്സിൽ തോന്നുന്നത് പറയാൻ പറ്റണമല്ലോ. നമ്മളെല്ലാം മാഷിൽ തിരുത്താനും പറ്റാം. ഇവിടെയാണ് അപകടം. എന്തുകൊണ്ട് നിങ്ങളിപ്പോ ധൈര്യം കാണിച്ചില്ല? ഈ ധൈര്യമില്ലായ്മയാണ് നിങ്ങളെ ജീവിതകാലം മുഴുവൻ നയിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് അപകടത്തിലേക്ക് പോകും. ഇനി പറ, കുഞ്ഞിപ്പാത്തു ചെയ്തത് ശരിയാണോ തെറ്റാണോ? അല്ല, കുഞ്ഞിപ്പാത്തല്ല, ബ്രാൻഡ് ചെയ്തത് ശരിയാണോ തെറ്റാണോ? തെറ്റാണോ? തെറ്റാണ്. ശരിയാണോ? ബ്രാലിനെ സംബന്ധിച്ച്, നിങ്ങളെ സംബന്ധിച്ച് ചിലരെ സംബന്ധിച്ച് എന്താ? അത് തെറ്റാണ്. കാരണം എന്താ? കുഞ്ഞിപ്പാത്തു രക്ഷിച്ചു ആരാ? അട്ടനെ. പക്ഷെ ബ്രാല് പിടിച്ചു. ഈ കുഞ്ഞിപ്പാത്തു രക്ഷിച്ച് ഒരു ജീവിനെ ബ്രാല് പിടിക്കാൻ പാടുണ്ടോ? നിങ്ങളെ സംബന്ധിച്ച് എന്താ? അത് ശരിയല്ല ബ്രാല് പിടിച്ചത്. പക്ഷെ ബ്രാലിനെ സംബന്ധിച്ചോ ശരിയാണ്. അപ്പൊ ശരി എന്ന് പറഞ്ഞാൽ എന്താണ്? ആപേക്ഷികമാണ്. എന്തിനേയും ഒന്ന് ശരിയാണെന്നുള്ള നിഗമനത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴേക്കും എന്ത് വേണം? 2 വട്ടം നമ്മൾ ചിന്തിക്കണം. അപ്പുറവും ചിന്തിക്കണം, ഇപ്പുറവും ചിന്തിക്കണം. അതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാന സ്വഭാവം. ഞാൻ പറയുന്നത് തന്നെയാണ് ശരിയെന്ന് അമ്മയോട് തർക്കിക്കുമ്പോൾ, ഞാൻ പറയുന്നതാണ് ശരിയെന്ന് അച്ഛനോട് വാശി പിടിക്കുമ്പോൾ, നമ്മൾ അപ്പുറത്തും ചിന്തിക്കാൻ തയ്യാറാവുമ്പോഴാണ് എന്തായി മാറാൻ? ജനാധിപത്യമായി മാറാം. അപ്പൊ അമ്മ പറയുന്നത് ഞാൻ പറയുന്നത് അനുസരിച്ചേ പറ്റൂ നീ എന്ന് പറയുമ്പോൾ, എന്നാൽ എന്റെ മകൾ പറയുന്നതിൽ മകൻ പറയുന്നതിൽ ശരിയുണ്ടോ എന്ന് തിരിച്ചു ചിന്തിക്കുമ്പോഴും ഉണ്ടാകുന്ന അതിന് ചട്ടമുണ്ടാകുന്ന ഒരു രൂപമുണ്ടല്ലോ, ഒരാശയം ഉണ്ടല്ലോ, ശരിയായ ആശയം. അതിനാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ജനാധിപത്യത്തിന്റെ പ്രത്യേകത അങ്ങനെയാണ്, ഏകപക്ഷീയമായിരിക്കില്ല. അത് ആപേക്ഷികമായി നടത്തുന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന ഒന്നായിരിക്കും. ഒരു ശരിമയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ശരിയായ
ഒരു നിലപാടിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ജനാധിപത്യ ബോധം നമ്മളിൽ വളരെ കൃത്യമായിട്ട് നമ്മളിലൊക്കെ തന്നെ പ്രവർത്തിച്ചിരിക്കണം. അപ്പോ ജനാധിപത്യം പരമപ്രധാനമാണ്. ആ ജനാധിപത്യമുള്ളിടത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. ഇപ്പൊ കോളേജിൽ നിങ്ങൾ പോകുന്നു, സ്കൂളുകളിൽ പോകുന്നു, സ്കൂളുകളിൽ നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആരാണ് നിങ്ങൾക്ക് വേണ്ടി നിൽക്കുക? നിങ്ങളുടെ അച്ഛനമ്മയും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ക്രിസ്തു കാര്യങ്ങളൊക്കെ നോക്കും. സ്കൂളുകളിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാൽ, കോളേജിൽ നിങ്ങൾക്ക് ഒരു വിഷയം സംഭവിച്ചാൽ, ഇപ്പൊ നിങ്ങളുടെ ഓഫീസിൽ നിന്ന് വിഷയം വന്നാൽ അച്ഛനമ്മയ്ക്ക് വന്ന് എപ്പോഴും തല്ലി വിളിക്കാൻ പറ്റുമോ? അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്കായിട്ടുള്ള ചില സംഘടനകൾ ഉണ്ടാവും. അതാണല്ലോ ആ സംഘടനകൾ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്ത് വേണ്ട? നിങ്ങൾക്ക് വേണ്ടി വെച്ചാൽ നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സംഘടന നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമ്പസിൽ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സ്കൂളുകളിൽ ഉണ്ടെങ്കിൽ, അതിന്റെ ഭാഗമായി മാറുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജനാധിപത്യത്തിലേക്ക് കാലെടുത്ത് വഴി വെച്ചു എന്നാണ് അർത്ഥം. കാരണം നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ള കുട്ടികൾക്കും കൂടി വേണ്ടി വാദിക്കാൻ നിങ്ങൾ വന്നു കഴിഞ്ഞു എന്നാണ് അർത്ഥം. എന്നാൽ ഒരു സംഘടനയിലും പെടാതെ നിങ്ങൾ മാറി നിൽക്കുക എന്ന് വിചാരിക്കുക. ഒരു സംഘടനയിലും പെടാതെ നിങ്ങൾ മാറി നിൽക്കുന്നു വിചാരിക്കുക. അതായത് നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കുക എന്നാണ് അർത്ഥം. എന്നാൽ ഒരു സംഘടനയുടെ ഭാഗമായി, ഏത് സംഘടന ആയിക്കോട്ടെ, ഒരു സംഘടനയുടെ ഭാഗമായി നിങ്ങൾ മാറി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഞാൻ എന്റെ കാര്യം മാത്രമല്ല നോക്കുന്നത്, എന്നോടൊപ്പം പഠിക്കുന്ന ഒരുപാട് കുട്ടികളുടെ കാര്യത്തിലും കൂടി ഇടപെടുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനത്തിന് കൂടിയാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ ചിന്തക്ക് എപ്പോഴും ഉണ്ടാവണം. സ്കൂളുകളിൽ പോകുമ്പോൾ, കോളേജുകളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാനുള്ള സംഘടനകളെ വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിന്റെ ഒപ്പം നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം. അങ്ങനെ വരുമ്പോൾ ഈ കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ സർവകലാശാലകള്, ഏറ്റവും കൂടുതൽ സ്കൂളുകളൊക്കെ തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സംഘടന ഏതാണ്? SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന. ഇപ്പൊ CU ജയൻ സഖാവ് പോലും പിന്തുണച്ച ഒരു വിദ്യാർത്ഥി സംഘടനയാണ് SFI പോലെയുള്ള വിദ്യാർത്ഥി സംഘടന. ഇതിനെ കുറിച്ചൊക്കെ തന്നെ നല്ല ജാഗ്രത നമുക്ക് ഉണ്ടാവണം. ഇപ്പൊ നമുക്കറിയാം, ജനാധിപത്യ ബോധമുള്ളവരാണ് നമ്മൾ എന്തിനും വേണ്ടി ഇറങ്ങിത്തിരിക്കരുത്. നടക്കാൻ ഇറങ്ങുന്നവരുണ്ട്, അതുപോലെ തന്നെ ഇറങ്ങി നടക്കുന്നവരുണ്ട്. നടക്കാൻ ഇറങ്ങുന്നവരുണ്ട്, ഇറങ്ങി നടക്കുന്നുണ്ട്. കാലത്തര നടക്കാൻ ഇറങ്ങാന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളെല്ലാവരും പോകൂല. അപ്പൊ നടക്കാൻ ഇറങ്ങുന്നവരുടെ എണ്ണം കൂടി വരണം ഓരോ ദിവസം. നടക്കാൻ ഇറങ്ങണം. ഇറങ്ങി നടക്കുന്നവരോ? ഇറങ്ങി നടക്കുന്നവർ. ഇറങ്ങി നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹത്തിലേക്ക് നടക്കാൻ ഇറങ്ങിയപ്പോ കയറുന്നല്ല, ഇറങ്ങി നടന്നതാണ്. ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ നമ്മളെ ഈഴവർ തുടങ്ങി താഴോട്ടുള്ള ജാതിക്കാർക്കൊന്നും ഗുരുവായൂർ അമ്പലത്തിലൊന്നും ആ ഗായിലേക്ക് പോലും കയറാൻ പറ്റിയിരുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഗുരുവായൂർ അമ്പലത്തിലേക്ക് കയറാൻ പറ്റിയിരുന്നതൊക്കെ തന്നെ? അത് AKG പോലെയുള്ള ആളുകൾ നടക്കാൻ ഇറങ്ങിയപ്പോ കയറി സമരം ചെയ്തതല്ല, അവിടേക്ക് വേണ്ടി, അതായത് ഈഴവരടക്കമുള്ള ഏറ്റവും അടിത്തട്ടിലുള്ള ജനവിഭാഗങ്ങൾക്ക് അമ്പലത്തിൽ കയറാൻ പറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് AKG അടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാര് അവിടേക്ക് ഇറങ്ങി നടന്നവരാണ്. അപ്പൊ നടക്കാൻ ഇറങ്ങുന്നത് വേറെ, ഇറങ്ങി നടത്തം വേറെ. സെന്റ് തോമസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വിദ്യാർത്ഥി തൂണൂല് പൊട്ടിച്ചെറിഞ്ഞ്